രേണുസുതി എന്നുള്ള പേര് മാറ്റി രേണു ചേച്ചി രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള പേര് ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തിനു മാറ്റി? സത്യം പറഞ്ഞാൽ ഉള്ളിന് ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എന്റെ വീട്ടുകാര്, കരീഷ്മ. എനിക്കങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. എനിക്ക് എന്റെ കണ്ണീരൊക്കെ വരുന്ന കാരണം ഇത്രത്തോളം ഇത്രയും ജനങ്ങൾ എന്നെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ. ആരൊക്കെ രേണുവിനെ ചേർത്ത് പിടിക്കുന്നത്? അതെന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ വീട്ടുകാര്, പിന്നെ കരിഷ്മ. സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും കാരണം രേണു ചേച്ചിയുടെ ഡബിൾ സ്റ്റാൻഡും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഈ വീഡിയോ കൂടെ പരിചയപ്പെടാം. കാരണം കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി വിദേശങ്ങൾ തോറും പ്രൊമോഷനും ഇനാഗ്രേഷനും നടക്കുമ്പോൾ രേണു ചേച്ചിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആവും, നാട്ടിൽ വരുമ്പോഴും കുറച്ച് സ്റ്റാൻഡേർഡ് ആവും, വിവരക്കേട് വിളിച്ച് വിളമ്പത്തില്ലെന്ന് മീഡിയാസിന്റെ ഫ്രണ്ടി. പക്ഷെ കവി പറഞ്ഞത് കൂട്ട് തന്നെ പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ. രേണു ചേച്ചി എത്രയൊക്കെ വിദേശത്ത് പോയെന്ന് പറഞ്ഞാൽ രേണു ചേച്ചി നാട്ടിൽ വരുമ്പോൾ പഴയ രേഷ്മ പി തങ്കച്ചൻ തന്നെ. അതിന് എക്സാമ്പിളിൽ രേണു ചേച്ചി മീഡിയക്കാർ എന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ചോദിക്കുമ്പോൾ അതിന് വിവരക്കേട് വിളിച്ച് വിളമ്പുന്നേ പല പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ രേണു ചേച്ചി ഇങ്ങനെ ഒരു ഇറങ്ങി തിരിച്ചപ്പോൾ, അത് ഇനാഗ്രേഷൻ, പ്രൊമോഷൻ, ആൽബം ഷൂട്ടിങ്, ഇതിനെ ഇറങ്ങി തിരിച്ചപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ച് ഇറങ്ങി തിരിച്ചതല്ലേ ഉള്ളൂ, രേണു ചേച്ചിക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൂടെ തുടക്കമല്ലോ, അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ അങ്ങ് തള്ളി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 വർഷമായി, എന്നിട്ട് രേണു ചേച്ചിക്ക് ഒരു മാറ്റമില്ല. പിന്നത്തേതായിട്ട് രേണു ചേച്ചി പിന്നെയും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല രേണു ചേച്ചിയുടെ കാര്യം കുറച്ച് കട്ടിയാന്നേ. അല്ല, രേണു ചേച്ചി ആണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചിയുടെ ആ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ രേണു ചേച്ചി ആണെങ്കിൽ ഇട്ടിട്ടുള്ളത് രേണുസുതി എന്ന് പറഞ്ഞൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് യൂസർ നെയിമും അത് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നെയിമും കൊടുത്തിട്ടുള്ളത് അത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പ്രൊഫൈൽ നോക്കാൻ നേരം സുധിച്ചേട്ടൻ ബ്ലൂ ഷർട്ട് വിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്കായിരുന്നു പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ ഒരേ ശബ്ദത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു രേണു ചേച്ചി ആ പ്രൊഫൈൽ മാറ്റണമെന്ന്. അപ്പോൾ അവസാനം രേണു ചേച്ചി ആ പ്രൊഫൈൽ മാറ്റിയായിരുന്നു. അത് യൂട്യൂബേഴ്സ് പറഞ്ഞുകൊണ്ടൊന്നും അല്ല, രേണു ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ഓർത്തിട്ട് തന്നെ അങ്ങനെ പ്രൊഫൈൽ മാറ്റി. രേണു ചേച്ചിയുടെ ആൾക്കാരൊക്കെ എന്തുകൊണ്ട് ആ പ്രൊഫൈൽ മാറ്റുന്ന ഒരു ചോദ്യം മുമ്പിലോട്ട് വെച്ചപ്പോൾ രേണു ചേച്ചി പറഞ്ഞിട്ടുള്ള ഉത്തരവ് എന്ന് പറയുമ്പോൾ രേണു ചേച്ചി പ്രൊഫൈൽ മാറ്റിയത് ആ ചേച്ചിക്ക് എന്തെങ്കിലും ബ്ലൂ ടിക്ക് ഇടണമായിരുന്നു, അതിനുവേണ്ടി അങ്ങ് പ്രൊഫൈൽ മാറ്റിയതാണ്, രേണു ചേച്ചിയുടെ പ്രൊഫൈൽ ആക്കിയതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും ബ്ലൂ ടിക്ക് ഒന്നും പ്രൊഫൈൽ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ചോദിക്കുകയും ചെയ്തു. ഞാൻ ഉൾപ്പെടെ ഇന്നലെ കൂടെ ചോദിച്ചതേ ഉള്ളൂ, രേണു ചേച്ചി ഇത്രയും ദിവസമായിട്ട് ആ ബ്ലൂ ടിക്ക് വന്നില്ലല്ലോ എന്ന്. കറക്റ്റ് ഇന്നലെ തന്നെ രേണു ചേച്ചി ബ്ലൂ ടിക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രസമൊന്നും അല്ല. ബ്ലൂ ടിക്ക് എന്ന് പറയുമ്പോൾ രേണു ചേച്ചി നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇട്ടേന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ രേണുസുതി എന്നുള്ള പേര് മാറ്റി രേണു ചേച്ചി രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള പേര് ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തിനു മാറ്റി? രേണു ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധി ഇസ് മൈ ഹസ്ബൻഡ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേര് മാറ്റാൻ പോകുന്നില്ലടാ യൂട്യൂബർ കമന്റ് ഹോളികളെ എന്ന് പറഞ്ഞിട്ട് രേണു ചേച്ചി എന്തുകൊണ്ട് ആ രേണുസുതി എന്നുള്ള പേര് മാറ്റിയിട്ട് അവിടെ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള പേര് ആഡാക്കി? അതൊരു ക്ലാരിറ്റി തന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഞങ്ങൾ യൂട്യൂബേഴ്സിന് മാത്രമല്ല, കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് പൊട്ടന്മാരൊന്നും അല്ലല്ലോ. രേണു ചേച്ചി ഇങ്ങനെ ഒരു സമയം വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, സുധി എൻ്റെ ഹസ്ബൻഡ്, അതുകൊണ്ട് തന്നെ ഞാൻ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, നീയൊക്കെ പോയി നിന്റെ പണി നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു സൈഡിൽ വന്നിട്ട് പറയാം ഞാനെനിക്ക് ബ്ലൂ ടിക്ക് ഇടണമായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് പേര് മാറ്റിയതാണ്, രേഷ്മ പി തങ്കച്ചൻ അങ്ങ് ആക്കിയെന്ന്. യൂസർ നെയിം രേണുസുതി തന്നെ, പക്ഷെ പേര് മാറ്റി രേഷ്മ പി തങ്കച്ചൻ ആക്കി. ഏത് ഉറപ്പിക്കണം? രേണു ചേച്ചി പഴയ ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ പുതിയ സെലിബ്രിറ്റി സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ വേണ്ടി, ആ ഒരു ഫെയിം വെച്ച് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട് പഴയ ആ ഒരു കൊച്ചു പേരിലേക്ക് രേണു ചേച്ചി ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് വിട്ടേക്ക്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ രേണു ചേച്ചി ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ചേച്ചി ആണെങ്കിൽ സ്ലൈഡി കൊച്ചുങ്ങളുടെ മനസ്സാന്ന് പല പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം രേണു ചേച്ചി ഊഞ്ഞാലാടുന്ന ഒരു വീഡിയോ. അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടു നോക്ക്. പിന്നീട് ഓണത്തിനൊന്നും ഊഞ്ഞാലിട്ട് ആടാറില്ല. ഇല്ല, അച്ഛനോട് പറയണ്ടേ? ചാച്ചനല്ല, തങ്കച്ചൻ പപ്പ. പപ്പായോട് പറയണം ഇനി ഓണത്തിന് ഊഞ്ഞാലാട്ടാൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ പറയുമ്പോൾ നമ്മുടെ 2 കൺട്രീസ് സിനിമയ്ക്കകത്ത് ദിലീപേട്ടൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഇതേ ഒരു സംഭവം തന്നെ. ഞങ്ങളുടെ ചാച്ചനെന്ന് വിളിക്കരുത്, നിങ്ങൾ കോൾ മീ തങ്കച്ചൻ പപ്പ. തങ്കച്ചൻ പപ്പയാണ് രേണു ചേച്ചിയുടെ സ്വന്തം തങ്കച്ചൻ പപ്പയാണ്. എന്തായാലും രേണു ചേച്ചി ഇതേ കൂട്ടുള്ള പ്രൊമോഷനൊക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ രേണു ചേച്ചിയെക്കാളും ചർച്ചാ വിഷയമായ ഒരു സംഭവം തന്നെയായിരുന്നു തങ്കച്ചൻ പപ്പ. അപ്പോൾ ഒരു ചേച്ചി അവിടെ വന്നിരുന്ന് ചോദിക്കുക, ചാച്ചനോട് പറയേണ്ടത് ഊഞ്ഞാലാട്ടാൻ വേണ്ടി ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞ ആ ചാച്ചെന്ന് വിളിക്കല്ലേ, തങ്കച്ചൻ പപ്പ എന്ന് മാത്രമേ വിളിക്കാവൂ. എന്നിട്ട്
രേണു ചേച്ചി പറയാം ഊഞ്ഞാലാട്ടാൻ വേണ്ടി വേറൊരാളുടെ സഹായം തേടുന്നത് എന്തിനാ, എനിക്ക് 2 കാലുള്ളപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഉന്തി ആടാന്നില്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അവിടെ മീഡിയക്കാർ തന്നെ അങ്ങ് ചിരിച്ച് തള്ളിക്കളയും. അതായത് രേണു ചേച്ചിയോട് ചാച്ചനല്ലേ തങ്കച്ചൻ പപ്പയെന്ന് പറഞ്ഞപ്പോൾ മീഡിയക്കാർക്ക് തന്നെ ചിരി വരുന്നത്. പിന്നെ വ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആയോ രേണു ചേച്ചി, കമന്റോളികളിൽ ഞങ്ങളെ വിളിക്കുമ്പോൾ അപ്പോൾ ആ മീഡിയക്കാർ ചേച്ചി എന്ന് വിളിക്കും, മീഡിയോളികൾ എന്നോ അവരെ ഒന്നും വിളിക്കുന്ന കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ റിയാക്ഷൻ ചാനൽസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ്ങ് പേര് ആവും നെഗറ്റീവ് ഓളികൾ. നെഗറ്റീവ് വന്നിരുന്ന് പറയുന്ന രേണു ചേച്ചിയെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഓളികൾ. എന്തായാലും നമുക്ക് രേണു ചേച്ചി ശ്രദ്ധിക്കേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ രേണു ചേച്ചി ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് പോലും തങ്കച്ചമ്മയെ വിട്ടിട്ടുള്ളൊരു കളിയില്ല. കാരണം എവിടെ പോയി കഴിഞ്ഞാൽ തങ്കച്ചമ്മ രേണു ചേച്ചിയുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് വലിയ കയ്യടി തന്നെ രേണു ചേച്ചിക്ക് കൊടുക്കാം. കാരണം അർഹിക്കുന്നുണ്ട് രേണു ചേച്ചി ആ കയ്യടി. ഇത്രയും നെഗറ്റീവ് വലിയ മീഡിയസിന്റെ ഫ്രണ്ടിൽ ഒന്ന് വാരി വിതർന്ന്. ഇനി നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു വിട്ട് തന്നെ രേണു ചേച്ചിയുടെ വെരിഫിക്കേഷൻ ഡിക്ക്, അപ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ജസ്റ്റ് ഞാൻ സൈഡിൽ ഒന്ന് കാണിച്ചിട്ടുണ്ട്. വെരിഫിക്കേഷൻ ഡിക്ക് വന്നപ്പോൾ പേരും മാറി. ഇനി രേണുസുതി അല്ല, രേഷ്മ പി തങ്കച്ചൻ. അതേ പുതിയ പേരല്ല, പഴയ പേരിലേക്ക് മാറിയിരിക്കുകയാണ് രേണുസുതി. ഇത് ആൾക്കാരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു മാറ്റം തന്നെയായിരുന്നു. കാരണം പ്രൊഫൈൽ മാറ്റിയപ്പോൾ കുറേ ആൾക്കാർ ഞെട്ടിയെങ്കിലും കുറേ ആൾക്കാർ ഞെട്ടിയില്ല. പക്ഷേ ഈ ഒരു പേരും കൂടെ മാറ്റിയപ്പോൾ കുറേ ആൾക്കാരും കൂടെ ഞെട്ടി. രേണു ചേച്ചി അത് വിജയിച്ചിരിക്കുകയാണ് രേണു ചേച്ചി. കാരണം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ നിലപാട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലോ. തുടക്കത്തിൽ വന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, പിന്നെ വന്നിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. അത് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാലും ഞാൻ ആ പേര് മാറ്റത്തില്ല, അത് തന്നെ കിടക്കാൻ നെഗറ്റീവുകൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് പേര് മാറ്റി. അങ്ങനെ നെഗറ്റീവുകൾ എന്ന് ചേച്ചി സ്വയമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന റിയാക്ഷൻ ചാനൽസ് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മാറ്റിയിട്ട് അതിനെ വെള്ളപൂശി കാണിക്കാൻ വേണ്ടി അവിടെ പുതിയ എന്തെങ്കിലും കാരണം കൂടെ കൊണ്ടുവരും. എന്തുവാടെ ഇതേ ഒരു സംഭവം തന്നെ കിച്ചു ചേട്ടൻ്റെ അയച്ചു കൊടുത്ത പേയ്മെന്റ് ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചപ്പോൾ രേണു ചേച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥ വന്ന് റിയാക്ഷൻ ചാനലിൽ പറഞ്ഞുകൊണ്ടാണ്. അല്ല എനിക്ക് മനസ്സിലാവാത്തതൊന്നും അല്ല, അതൊക്കെ സ്വാഭാവികം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ രേണു ചേച്ചി എന്നെ നാഴികയ്ക്ക് 40 വട്ടം സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിയാന്ന് പറയുന്നൊരു സംഭവം തന്നെ റിയാക്ഷൻ ചാനലൊന്നും ഞാൻ കാണാൻ പോകാറേ ഇല്ല. എൻ്റെ കൂട്ടുകാരി അയച്ചു തരുമ്പോൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അല്ലാതെ വീഡിയോസ് ഒന്നും കാണത്തേ ഇല്ലെന്ന് പറഞ്ഞ രേണു ചേച്ചി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് അവർക്കുള്ള റിയാക്ഷനുമായിട്ട് കൂടെ വരുന്നുണ്ട്. അത് മാത്രം എനിക്കത് മനസ്സിലാവുന്നില്ല. അതിലും ഒരു ക്ലാരിറ്റി ഇട്ടി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്തുവാടേ നല്ല രസമുണ്ടല്ലോ, നിന്റെ കാല് പൊങ്ങുന്നില്ലല്ലോ അങ്ങനെ. അയ്യോ അവിടെ അങ്ങ് സേഫ് ആക്കി കൊടുത്തു കേട്ടോ. കാരണം അവരെ എടുത്തു കഴിഞ്ഞാൽ അവർക്കും കൂടെ കുറേ തെരുവിളി ഏറ്റവും രേണു ചേച്ചിക്ക് അറിയാം. രേണു ചേച്ചി ഇങ്ങനെ കാണിക്കുന്ന നെഗറ്റീവിന് കൂട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇതിന് നിങ്ങളൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യം ശ്രദ്ധിച്ചേ. എന്തായാലും കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതിനകത്ത് രേണു ചേച്ചി ഒരു പേര് പറയുന്നുണ്ട്, ഏതോ ഒരു സുരേഷ് ഏട്ടൻ. ഇല്ല ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ രേണു ചേച്ചിക്ക് ഓരോ മാസം വരുമ്പോഴും പുതിയ ചേട്ടന്മാരുടെ പേര് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു 3-4 ചേട്ടന്മാർ വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുതിയൊരു ചേട്ടനും കൂടെ വന്നിരിക്കുക. എത്ര ഏട്ടായിമാരെ രേണു കൊച്ചു പെങ്ങൾക്ക് കാവലായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. രേണു ചേച്ചിയുടെ ആ ഒരു ഭാഗ്യയെ സൂക്ഷിച്ച് വെച്ചോണേ. കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ് അവർക്കും കൂടെ കുറേ മേടിച്ചു കൊടുക്കും. അപ്പോൾ രേണു ചേച്ചിക്ക് കുറച്ച് കുറവേ കിട്ടത്തുള്ളൂ. അവർക്ക് എല്ലാവർക്കും കൂടെ ഈക്വലായിട്ട് പങ്കിട്ടങ്ങ് പൊക്കോളൂ. അതെങ്ങനെ തേങ്ങ വത്തരച്ചാലും താളല്ലയോ കറി. എന്തായാലും ഇനി കുറച്ച് സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടി കുറച്ച് ഡാൻസ് ആയാലോ. കമോൺ. എന്തൊരു സ്റ്റെപ്പാണ് ഇതൊക്കെ. കുറേ പേര് കുറ്റം പറഞ്ഞിട്ടാണ് രേണു ചേച്ചിയുടെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസിൽ എല്ലാത്തിലും ഒരേ സ്റ്റെപ്പ് മാത്രമേ രേണു ചേച്ചി ഇടുന്നുള്ളൂ. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഒരു 100 സ്റ്റേജ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ 100 സ്റ്റേജിലും ഒരേ സ്റ്റെപ്പ് തന്നെ രേണു ചേച്ചി ഇടുന്നത്. അതും ഏതെങ്കിലുമൊക്കെ പാട്ട് മാറ്റുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് അവിടുന്ന് ഇവിടുന്നെങ്കിലും എടുത്തിടണ്ടേ. ഇത് അതുമില്ല, ഒരേ സ്റ്റെപ്പ് ചെയ്താലും 100 ഡാൻസും രേണു ചേച്ചി കളിക്കും. എന്തായാലും ഇതിൽ കുറേ വ്യത്യാസം കൊണ്ടുവന്നിട്ട് രേണു ചേച്ചി പുതിയ പാമ്പിൻ്റെ സ്റ്റെപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുവന്നിട്ട് രേണു ചേച്ചിയുടെ ഈ ഒരു ഡാൻസ് വൈറലാവാൻ സാധ്യത കൂടുതൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ എൻ്റെ അവസ്ഥ. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തോരം വീഡിയോസ് കാണണമെന്നാ. അത് രേണു ചേച്ചിയുടെ ഇങ്ങനത്തെ വിവരക്കേട് വിളമ്പുന്ന വീഡിയോസ്. എന്തായാലും അടുത്തൊരെണ്ണം കാണിച്ചു തരാം, നോക്കിക്കോ. സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എന്റെ വീട്ടുകാര്, കരീഷ്മ, അതുപോലെ എനിക്ക് നല്ല ബ്ലോഗേഴ്സ് ഒക്കെ. എനിക്കങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. എനിക്ക് എൻ്റെ കണ്ണീരൊക്കെ വരുന്ന കാരണം ഇത്രയും ജനങ്ങൾ എന്നെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ. ആരൊക്കെ രേണുവിനെ ചേർത്ത് പിടിക്കുന്നത്? അതെൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്ടുകാർ, പിന്നെ കരിഷ്മ. എന്തുവാ രേണു ചേച്ചി സത്യം പറഞ്ഞ ചേച്ചി ഈ ക്യാമറ കാണുമ്പോൾ അഭിനയിക്കുന്നതാണോ അതോ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ആണോ? എന്നെ ചേർത്ത് പിടിക്കുക ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇപ്പോൾ ആ പേരായിട്ട് രേണു ചേച്ചി വിളിച്ചു പറയും. ആയിരക്കണക്കിന് ജനങ്ങൾ രേണു ചേച്ചി സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ വീട്ടുകാർ, പിന്നെ കരിഷ്മ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വിമർശിക്കാൻ വേണ്ടിയോ? അങ്ങനെയാണെങ്കിൽ രേണു ചേച്ചിക്ക് പേര് പറഞ്ഞിട്ട് ആ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. പൊന്നു രേണു ചേച്ചി നമ്മളെന്താ ഇങ്ങനെ? എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ട് ഗെയിം? എങ്ങനെയുണ്ട് ഇത്?
ഇത് അടിപൊളിയല്ലേ? എടാ, ഞാൻ ഇറങ്ങിയടാ. ഇല്ല നീയാണിത് ഇറങ്ങിക്കോ നിയന്ത്രിക്കുന്നത്. ഇറങ്ങിക്കോ ഇറങ്ങണ്ടേ? ഇറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ഇറങ്ങുന്നെന്ന് അറിയത്തില്ലല്ലേ. ഏതാ മുദ്ര ഇല്ല ഓക്കെ. ഇതെന്തോ സത്യം പറഞ്ഞാൽ കാണിച്ചു കൂട്ടുന്നത് അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് സീരിയസ് ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇത് സീരിയസ് ആയിട്ട് നോക്കാൻ തോന്നും? ഇത് കാണുമ്പോൾ ചെറു പുഞ്ചിരിയോടെ നമുക്ക് പുച്ഛിച്ച് തള്ളുവാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി അങ്ങ് ഉയരങ്ങളിൽ എത്തിയെന്ന് രേണിച്ചേച്ചി പറയാറുണ്ടല്ലോ, വിദേശങ്ങൾ തോറും പ്രൊമോഷൻ ചെയ്ത് ചേച്ചി അങ്ങ് ടോപ്പിൽ നിൽക്കുവാന്ന്. ചേച്ചി ടോപ്പിൽ നിൽക്കുവാണെങ്കിലും ചേച്ചിയുടെ ബുദ്ധി പഞ്ചായത്ത് ഗേറ്റ് പോലും കടന്നിട്ടില്ല. എന്തോ സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നേ? ഇതൊക്കെ വേറെ നെഗറ്റീവ് പബ്ലിസിറ്റി. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്കൊക്കെ കുറച്ച് മാന്യതയുണ്ട്. ഇത് അങ്ങ് പീക്ക് ലെവലിൽ കയറി നിൽക്കുക. ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു നെഗറ്റീവിന് വേണ്ടി ഇങ്ങനൊന്നുമല്ല കാണിക്കാൻ വേണ്ട. രേണു ചേച്ചി ആണെങ്കിൽ ആൽബത്തിൽ അഭിനയിച്ച ആവശ്യത്തിനുള്ള നെഗറ്റീവ് വാരി കൂട്ടുന്നുണ്ട്. അതൊന്നും പോരാതെ നെഗറ്റീവിന് വേണ്ടി ആൽബം എല്ലാം ഷൂട്ടിങ് സംഭവങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ച് മീഡിയക്കാരെയും വിളിച്ചു കൂട്ടി. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേച്ചിക്ക് ചേച്ചി മീഡിയക്കാർ വന്നിട്ടുണ്ടെന്ന് നീ ഇനി പറയല്, ചേച്ചിയുടെ PR ടീം എന്ന് മാത്രമേ പറയാവൂന്ന്. എനിക്കും വന്നോന്ന് അങ്ങനെ തന്നെ തോന്നുന്നു. കാരണം മീഡിയക്കാരൊന്നും ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കത്തില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചേച്ചിയുടെ PR ടീം തന്നെ. കാരണം രേണു ചേച്ചി സോഷ്യൽ മീഡിയ എന്നാൽ ഇങ്ങനെ കത്തി കയറി നിൽക്കുമല്ലയോ. അപ്പോൾ അണയാതിരിക്കാൻ വേണ്ടി ചേച്ചിക്ക് തീ കത്തിച്ചു കൊടുക്കാൻ വേണ്ടി കുറേ മീഡിയക്കാരെന്ന് നമുക്ക് പറയാക്കത്തുള്ളൂ. എന്തോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PR ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആവായിരുന്നു. ഇത് ബിഗ് ബോസിൽ പോയപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ രേണു ചേച്ചി കപ്പും പൊക്കി ഇറങ്ങി വന്നേനെ. അതെങ്ങനെ രേണു ചേച്ചിക്ക് ഋതപ്പനെയും പിള്ളാരെയും കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞല്ലേ ഇറങ്ങി വന്നേ. ഇറങ്ങിയതപ്പോൾ ഋതപ്പനെയും വേണ്ട പിള്ളാരെയും വേണ്ട. ചേച്ചിക്ക് ഇനാഗ്രേഷനും പ്രൊമോഷനും ഫെയിമും മാത്രം മതി. അതിനെ തേടി രേണു ചേച്ചി അങ്ങ് കയറിപ്പോയി. ഇതിനെ നമുക്ക് ഒന്നും പറയാൻ ഒക്കത്തില്ല. എന്നെ തല്ലണ്ട മാവാ, ഞാൻ നന്നാവില്ലെന്നേ രേണു ചേച്ചി പറയുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും രേണു ചേച്ചി നന്നാവുന്നവരെ. പണ്ട് ഞാൻ ഇങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ അല്ലേ രേണു ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കണ്ടു തന്നെ അറിയാം രേണു ചേച്ചി നന്നാവുമോ അതോ ഇല്ലയോ. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. എന്തായാലും എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത് ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം, ബെല്ലും എന്നെ വിളി വെച്ചേക്കാം, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രൈറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.